മിനിസ്റ്റർ, ആ വിധത്തിൽ സർക്കാർ ഒരു മാനദണ്ഡം നിശ്ചയിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പദ്ധതി രൂപരേഖ തയ്യാറാക്കുമ്പോൾ നമുക്ക് നിലവിലുള്ളവരെ മാത്രമല്ല ആ പ്രദേശത്തെ ഒന്നാകെ പുനരധിവസിപ്പിക്കുക എന്നുള്ളത് വലിയൊരു ഭഗീരഥ പ്രയത്നം തന്നെയാണ്. വിശദമായ പഠനം നടത്തേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രി വന്നു പോയിട്ട് ഒരു ദിവസം പിന്നിടുകയാണ്. നമ്മൾ പ്രതീക്ഷയോടെ ദില്ലിയിലേക്ക് നോക്കി നിൽക്കുകയാണ്. മന്ത്രിതല സംഘം ഇപ്പോഴും വയനാട്ടിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിക്കുകയാണ്. ദില്ലിയിൽ നിന്ന് ഒരു മറുപടി എപ്പോൾ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ നടപടിക്രമങ്ങൾ ഉൾപ്പെടെ നടക്കുമ്പോൾ പോലും വേഗത്തിലുള്ള ഒരു നടപടിയിലേക്ക് തന്നെ അത് കടക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും പ്രധാനമന്ത്രി ഇന്നലെ ഇവിടെ എത്തി കാര്യങ്ങൾ മനസ്സിലാക്കി കലക്ടറേറ്റിൽ യോഗത്തിൽ പങ്കെടുത്തു. ഞങ്ങൾ ആ യോഗത്തിലുണ്ടായിരുന്നു. പ്രധാനമന്ത്രി വരുന്നതിന് മുമ്പ് കേന്ദ്രമന്ത്രിമാർ ഇവിടെ വന്നിരുന്നു. അവർക്ക് കാര്യങ്ങൾ വ്യക്തമായി ബോധ്യപ്പെട്ടതാണ്. ദുരന്തത്തിൻ്റെ ആഴം മനസ്സിലായതാണ്. കേന്ദ്ര സംഘം വന്നു, അവർക്കും കാര്യങ്ങൾ മനസ്സിലായതാണ്. പ്രധാനമന്ത്രി വന്നതിന് ശേഷം മീറ്റിംഗ് ആരംഭിച്ചപ്പോൾ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി ചീഫ് സെക്രട്ടറി ഒരു ഡിജിറ്റൽ പ്രസൻറ്റേഷൻ നടത്തുകയായിരുന്നു. അതിനുശേഷം കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസാരിച്ചു. ആ മുഖ്യമന്ത്രിയുടെ മീറ്റിങ്ങിലെ വാക്കുകളിൽ ഇത് ദേശീയ ദുരന്തമായി നിശ്ചയിക്കണമെന്നുള്ള അഭ്യർത്ഥനയുണ്ടായിരുന്നു. അതോടൊപ്പം അതിതീവ്ര ദുരന്തത്തിന് എന്തൊക്കെയാണോ സഹായം കേന്ദ്ര സർക്കാരിന് ചെയ്യാനാവുക ആ നിലയിൽ അതിതീവ്ര ദുരന്തമായി കണക്കാക്കി എല്ലാ സഹായവും നൽകണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചിരുന്നു. പിന്നീട് പ്രധാനമന്ത്രി സംസാരിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളെ മുഴുവൻ ശരിവെച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി സംസാരിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിവെച്ച് പ്രധാനമന്ത്രി എല്ലാ നിലയിലുള്ള പിന്തുണയും സഹായവും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് പറയുകയായിരുന്നു. അതോടൊപ്പം കൂട്ടിച്ചേർത്ത് അദ്ദേഹം പറഞ്ഞത്, കേന്ദ്ര സർക്കാരിൻ്റെ സഹായമില്ലാത്തത് കൊണ്ട് നിങ്ങൾ നിശ്ചയിച്ച ഏതെങ്കിലും ഒരു പ്രവൃത്തി മുടങ്ങില്ല, എല്ലാ നിലയിലും പിന്തുണക്കുമെന്നുള്ളതാണ്. ഇനി പ്രധാനമന്ത്രിയുടെ വാക്കുകളുടെ പ്രതിഫലനമായി ആ തീരുമാനങ്ങൾ ഉടനെ വരണമെന്നുള്ളതാണ്. ആ തീരുമാനങ്ങൾ എത്രയും വേഗത്തിൽ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കേരളം ഇന്നലെ ഒരു മെമ്മോറാണ്ടത്തിൻ്റെ ആദ്യ ഭാഗം മുഖ്യമന്ത്രിയിലൂടെ പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ചു. മറ്റ് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ഉടനെ സമർപ്പിക്കും. ആ നിലയിൽ ഉടനെ തന്നെ കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ ഇതുപോലുള്ള പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ എങ്ങനെയാണോ സഹായിച്ചത് അതുപോലുള്ള സഹായം കേരളത്തിനുടനെ നൽകും എന്നാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം കഴിയുമ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. മിനിസ്റ്റർ, ഒരു കാര്യം കൂടി, മുഖ്യമന്ത്രി ഇന്നലെ ചൂണ്ടിക്കാട്ടിയത് വയനാടിൻ്റെ പുനരധിവാസം, ഈ ദുരന്ത മേഖലയിലുള്ള ആളുകളുടെ പുനരധിവാസം, അതൊരു പ്രധാനപ്പെട്ട കാര്യമായി നിൽക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം, കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉൾപ്പെടെയുള്ള സിസ്മോളജി സെൻറ്റർ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളുടെ പഠന കേന്ദ്രങ്ങൾ, ഓഫീസുകൾ, കേന്ദ്രങ്ങളെല്ലാം തന്നെ കേരളത്തിൽ സ്ഥാപിക്കുക എന്ന പ്രധാനപ്പെട്ട മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ടുള്ളൊരു ആവശ്യം കൂടി സംസ്ഥാനം മുഖ്യമന്ത്രി തന്നെ പ്രധാനമന്ത്രിയോട് നേരിട്ട് നടത്തിയിട്ടുണ്ട്. നോക്കൂ, നമ്മൾ പലവിധത്തിലുള്ള ദുരന്തങ്ങൾ സമീപകാലത്ത് കൂടുതലായി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതി ദുരന്തങ്ങൾ കേരളത്തിൽ കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ മുന്നറിയിപ്പുകൾ ഉൾപ്പെടെ വേഗത്തിൽ ലഭിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ആവശ്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി ആവശ്യം ഉന്നയിച്ചത്. അതിൽ കൂടി അനുകൂല തീരുമാനം ഇതിനൊപ്പം ഉണ്ടാകുമെന്ന് തന്നെ കരുതാം അല്ലേ മിനിസ്റ്റർ? അതെ, രണ്ട് കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പ്രധാനമായിട്ടും അതിൽ സപ്ലിമെൻ്റ് ചെയ്തത്. ഒന്ന്, ഒരു ജോബ് സ്കിൽ സെൻറ്റർ വേണമെന്നുള്ളതാണ്. കാരണം അവിടെയുള്ളവരുടെയൊക്കെ തൊഴിൽ, അതിൻ്റെ സാധ്യതയൊക്കെ നഷ്ടപ്പെടുന്ന സ്ഥിതിയാണ്, എല്ലാം അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് തൊഴിൽ പരിശീലനം ഉൾപ്പെടെ നൽകാൻ സാധിക്കുന്ന, അവരുടെ ഭാവി സുരക്ഷിതമാക്കി മാറ്റി തീർക്കുന്ന ഒരു സ്കിൽ സെൻറ്റർ, ജോബ് സ്കിൽ സെൻറ്റർ ആരംഭിക്കണം എന്നുള്ളതാണ്. രണ്ടാമതാണ് നിങ്ങളിവിടെ ചൂണ്ടിക്കാട്ടിയ പ്രശ്നം. കാലാവസ്ഥാ വ്യതിയാനം ലോകത്താകെ ഒരു അപകടകരമായ പ്രവണതയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ വലിയ നിലയിലേക്കുള്ള പ്രയാസം അനുഭവിക്കുന്ന ഒരു നാടാണ് കേരളം. കേരളത്തിൽ തുടർച്ചയായി ഇതിൻ്റെ പ്രയാസം വരുന്നു. ഇന്ന് എപ്പോഴാണ് മഴ പെയ്യുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മുൻകാലങ്ങളിൽ മഴ ഇന്ന മാസമെന്ന് നമുക്ക് നിശ്ചയിക്കാമായിരുന്നു. ഇന്ന് എപ്പോൾ വേണമെങ്കിലും അതിതീവ്ര മഴ ഉണ്ടാകുന്ന സ്ഥിതിയാണുള്ളത്. അപ്പോൾ നിലവിൽ ഇതിനെക്കുറിച്ച് പരിശോധിക്കാനും ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള സ്ഥാപനമുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ തന്നെയുള്ള സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, മറ്റ് സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനത്തിൻ്റെ ശാക്തീകരണം ഉറപ്പുവരുത്തണമെന്നുള്ളതാണ് മുഖ്യമന്ത്രി പ്രത്യേകം എടുത്തു പറഞ്ഞത്. ആ സ്ഥാപനത്തെ കൂടുതൽ അതിൻ്റെ പ്രവർത്തനങ്ങളെ വിപുലീകരിക്കണം. പുതിയ കാലത്തെ ടെക്നോളജിയുടെ സാധ്യത ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ നിലയിലും മുന്നോട്ട് പോകാനാകണം. പുതിയ കാലത്തെ ഈ പുതിയ അപകടകരമായ പ്രവണതകളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന നിലയിലേക്ക് ആ കേന്ദ്രത്തെ ശക്തിപ്പെടുത്തണം. ഇതായിരുന്നു മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന. തീർച്ചയായിട്ടും ഇത് രണ്ടും ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ ആവശ്യമുള്ള രണ്ട് കാര്യങ്ങളാണ്. അതിനുകൂടി അനുകൂലമായ സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കും എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുകയാണ്.